തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടി. തോൽവിയിലും പിടിച്ചു നിന്നത് കേരള കോൺഗ്രസ് എം മാത്രം. കടുത്തുരുത്തി, പാലാ മേഖലകളിൽ വലിയ പരിക്കില്ലാതെ ജോസ് വിഭാഗം. കേരള കോൺഗ്രസുകളിൽ കേമൻ ആരെന്നതായിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് സമയത്ത് പാലാ, കടുത്തുരുത്തി മേഖലകളിലെ ചർച്ചകൾ മുഴുവൻ. രണ്ടില വാടിയെന്നും കൊഴിഞ്ഞുമെന്നുമൊക്കെ PJ ജോസഫ് വിഭാഗം പറയുമ്പോഴും യഥാർത്ഥത്തിൽ മാണി ഗ്രൂപ്പിന് വലിയ തകർച്ച സംഭവിച്ചിട്ടില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ മോൻസ് ജോസഫ് തന്റെ സ്വന്തം തട്ടകമെന്ന് വിശേഷിപ്പിക്കുന്ന കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് മാണി ഗ്രൂപ്പ് UDFൽ നിന്നും പിടിച്ചെടുത്തു. കടുത്ത UDF തരംഗത്തിലും കുറവിലങ്ങാട് മാണി ഗ്രൂപ്പിന് ഒപ്പം നിന്നു. 15 അംഗ ഭരണസമിതിയിൽ 8 അംഗങ്ങളുടെ ഒറ്റയ്ക്ക് ഭരിക്കുന്നതിനുള്ള അംഗബലം മാണി വിഭാഗത്തിനുണ്ട്. അതുപോലെ തന്നെ കുറവിലങ്ങാട് പള്ളി വാർഡിൽ LDFും UDFും ഉൾപ്പെടെ 8 സ്ഥാനാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കി CPM വിമതൻ ശശികുമാർ വിജയിക്കുകയും ചെയ്തു. പതിവ് പോലെ UDF BJP ബന്ധം ഈ മേഖലകളിൽ ഇപ്രാവശ്യവും ശക്തമായിരുന്നു. കിടങ്ങൂർ പഞ്ചായത്ത് ആദ്യമായി BJP പിടിച്ചെടുത്തു. ജോസഫ് വിഭാഗവും BJPയുമായുള്ള അവിശുദ്ധ ബന്ധം വ്യക്തമായ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ് കിടങ്ങൂരിലേത്. അവിടെ 7 സീറ്റുകളാണ് UDF BJPക്ക് അടിയറവ് വെച്ചത്. കുറവിലങ്ങാട് ഡിവിഷനിൽ മുണ്ടക്കൻ ജയിച്ചെങ്കിലും ജോസ് മോൻ മെമ്പറായിരുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്ത് കിടങ്ങൂർ ഡിവിഷൻ മാണി വിഭാഗം പിടിച്ചു എന്നത് മോൻസിനും UDFനും കനത്ത തിരിച്ചടിയായി. കാണക്കാരി പഞ്ചായത്തിലും BJPക്ക് 3 സീറ്റ് ദാനം ചെയ്ത് UDF ഭരണം നേടി. ഒരു കാലത്ത് മാണിക്കോട്ടയായിരുന്ന കാണക്കാരിയിൽ മാണി ഗ്രൂപ്പിന് ലഭിച്ചത് 2 സീറ്റ് മാത്രമാണ്. ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത മരങ്ങാട്ടുപള്ളിയിൽ കക്ഷിനില 6-6 എന്ന നിലയിലാണ്. അവിടെ മാണി ഗ്രൂപ്പിന് 3 സീറ്റും ജോസഫ് വിഭാഗത്തിനും 2 സീറ്റ് ലഭിച്ചു. അവിടെയും BJP 3 സീറ്റോടെ നിർണായക ശക്തിയായി മാറി. മറ്റു പഞ്ചായത്തുകളായ ഉഴവൂർ, കടപ്ലാമറ്റം എന്നിവിടങ്ങളിലും BJPക്ക് ലഭിച്ച സീറ്റുകളുടെ പ്രത്യുപകാരമാണ് ജോസ് മോൻ മുണ്ടക്കന്റെ വിജയം. പാലാ മണ്ഡലത്തിലെ മുത്തോലി പഞ്ചായത്ത് BJPയിൽ നിന്നും കേരള കോൺഗ്രസ് പിടിച്ചെടുത്തു. കടനാട്, രാമപുരം, മൂന്നിലവ്, കരൂർ, മുഴുവനാൽ എന്നീ പഞ്ചായത്തുകൾ UDFനും തലനാട്, പാലാ, മുത്തോലി എന്നിവിടങ്ങളിൽ LDFനും ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ തലപ്പലം, ഭരണങ്ങാനം, മീനച്ചിൽ, എലിക്കുളം, മേലുകാവ് എന്നിവിടങ്ങളിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് BJP ആയിരിക്കും. ഈ കണക്കുകളിൽ നിന്നും UDFും BJPയും തമ്മിലുള്ള അന്തർധാര എത്രത്തോളം സജീവമാണെന്ന് വ്യക്തമാകുന്നതാണ്. കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി പ്രതിജ്ഞ ഏറ്റെടുത്തിരിക്കുന്ന BJPയെ അകമഴിഞ്ഞ് സഹായിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ സമീപനം പാർട്ടിയെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരിൽ ആശങ്കയുളവാക്കിയിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.